ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതത്തെ സ്പർശിക്കുകയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനേക ജീവിതങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജിനോബി ജോസ്. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ദൈവമായ കർത്താവ് കഴിഞ്ഞ അനേക നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്തത്ര അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ കുടുംബത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രോഗസൗഖ്യങ്ങളാവാം, കുടുംബത്തിലെ വേദനകൾ മാറിയതാവാം, മക്കളുടെ വിവാഹം നടന്നതാവാം, ജോലി ലഭിച്ചതാവാം. ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഈ നന്മകളെയൊക്കെ ഈ രാത്രിയിൽ, ഈ മണിക്കൂറിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. വചനം ഇപ്രകാരം പറയുന്നു, സങ്കീർത്തനം 103 2 തിരുവചനം, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറക്കരുത്. ഈ രാത്രിയിൽ ആ നന്മകളെയൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ കൃപകളെയും ഒന്ന് ഓർത്തെടുക്കുക. എൻ്റെ കുഞ്ഞു നൊമ്പരങ്ങളെ ദൈവം എടുത്തു മാറ്റിയത്, കഴിഞ്ഞ എത്രയോ നൈറ്റ് വിജിൽ രാത്രിയിൽ ഞാൻ എത്രയോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ ആ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റി ദൈവം നിറച്ചളർന്ന് എൻ്റെ മടിയിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ച ദൈവത്തെ, എൻ്റെ ദേശത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ച ദൈവത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം അനുഗ്രഹിച്ച നല്ല ദൈവത്തെ ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർക്കുക. സങ്കീർത്തന പുസ്തകം 103:7 ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും തൻ്റെ വീര്യപ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതേ പ്രിയ ദൈവജനമേ, തൻ്റെ വീര്യപ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തിയ ദൈവം, തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി നൽകിയ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ, നമ്മുടെ നിയോഗങ്ങളുടെ മേൽ അത്ഭുതകരമായി ഇടപെടുക തന്നെ ചെയ്യും. നമുക്ക് പുതിയ വഴികൾ അവൻ തുറന്നു തരും. നമ്മുടെ ജീവിതത്തിൽ പുതിയ അത്ഭുത പ്രവർത്തികൾ അവൻ ചെയ്യും. ഇരുകരവും ഉയർത്തി, മനമുയർത്തി അവിടുത്തെ ഒന്ന് ആരാധിക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന. എൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ കണ്ണുനീരിന്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കണ്ണുനീരിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ആരാധിക്കുവാൻ നമുക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ദൈവത്തിന് നന്ദി പറയുവാൻ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ആ നല്ല ദൈവത്തെ ഇരുകൈയും അണിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി അടിക്കുന്നു. കരങ്ങൾ താട്ടി. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കും. ഒരുപക്ഷെ ആരും എന്നെ അറിയുന്നില്ലല്ലോ എന്ന ചിന്ത നിനക്കുണ്ടാവാം. എല്ലാവരും എന്നെ അവഗണിക്കുന്നുവെന്ന ഓർമ്മ നിനക്കുണ്ടാവാം. നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, അയൽപ്പക്കക്കാര്, നിന്റെ സഹോദരി സഹോദരങ്ങളൊക്കെ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നൽ, എല്ലാവരും എന്നെ അവഗണിക്കുന്നു എന്ന തോന്നൽ, ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ. പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നിന്റെ നല്ല പിതാവിന്റെ പക്കലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുക. നിനക്ക് മതിയായവൻ നിന്റെ യേശുവുണ്ട് നിന്റെ കൂടെ. നിനക്ക് മതിയായവനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ രാത്രിയിൽ വിശ്വസിക്കുക. അവൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. മോശയെ നയിച്ചതുപോലെ ഏത് മരുഭൂമി അനുഭവത്തിലും ദൈവം നിന്നെ വഴി നടത്തും. വിശ്വാസത്തോടെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. ഉറ്റോരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കരമുയർത്തി ആരാധിക്കുന്നു. ഓ വിടുതലിന്റെ ദൈവമേ, ഓ സൗഖ്യത്തിന്റെ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളുടെ മേൽ നിന്റെ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഓ മഹത്വം 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 മഹത്വം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ആരാധന. ശാന്തമായി അവിടുത്തെ സന്നിധിയിൽ നമുക്കിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. അനേകരിവിടേക്ക് എഴുതി സാക്ഷ്യങ്ങൾ അയച്ചതിൽ നിന്നും ഏതാനും സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഇപ്പോഴിവിടെ വായിക്കുകയാണ്. സങ്കീർത്തനം 147:3 ഇപ്രകാരം പറയുന്നു: അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഈ കത്തെഴുതിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ എന്ന സ്ഥലത്ത് നിന്നുമാണ്. എൻ്റെ മകൻ മാനുവേലിന് അതിശക്തമായ തലവേദനയും കഴുത്തിന് വേദനയുമായി അനേക വർഷങ്ങളായി ഞങ്ങൾ കഷ്ടപ്പെടുന്നു. പല ഡോക്ടേഴ്സിനെയും മാറി മാറി കാണുകയും നിരവധി മരുന്നുകൾ മാറി മാറി കഴിക്കുകയും ചെയ്തു. നിരവധി ടെസ്റ്റുകളും സ്കാനിങ്ങുകളും നടത്തി. എന്നാലും യാതൊരു കുറവുമില്ലാതെ
ഞങ്ങൾ കുടുംബം മുഴുവൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ശാലോം ജാഗരണ പ്രാർത്ഥനയെക്കുറിച്ച് അറിയുവാനിടയായത്. അങ്ങനെ ഞങ്ങൾ ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടുകയും ഞങ്ങൾ വീട്ടിലിരുന്ന് കുടുംബസമേതം ജാഗരണ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും പങ്കെടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥനയുടെ ഫലമായി അവൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെടുകയും അവൻ മിടുക്കനായി സ്കൂളിൽ പോകുവാൻ തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലോം ടീം അംഗങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രിയരെ, അനേക നാളുകളായി മാനുവേൽ എന്ന കുട്ടിക്ക് വിട്ടുമാറാത്ത തലവേദനയും കഴുത്തിന് വേദനയുമായി പല ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും നിരവധി മരുന്നുകൾ കഴിച്ചെങ്കിലും സൗഖ്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ ജാഗരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അത്ഭുതകരമായി ആ മകനെ സൗഖ്യപ്പെടുത്തി. ആ നല്ല ദൈവത്തിന് ഗാനത്തോട് ചേർന്ന് കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ പരിശുദ്ധനെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ തിരുനാമത്തെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ പരിശുദ്ധനെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ തിരുനാമത്തെ. ഈ കത്തെഴുതിയിരിക്കുന്നത് വരാപ്പുഴയിൽ നിന്നുമാണ്. എൻ്റെ മകൾ ടീന റിബിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. ഇതുവരെയായും അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്ഥിരമായി ശാലോം നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. അവൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ ശാലോം നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 4 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി ആരാധനയും സ്തുതിയും. പ്രിയരെ, 8 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാതെ വേദനയിൽ കഴിഞ്ഞ ആ കുടുംബത്തിന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ശാലോം നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ആ കുടുംബ ഫോട്ടോ അയച്ചു തന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കരങ്ങൾ അടിച്ച് ആ നല്ല ദൈവത്തിന് നമുക്കെല്ലാം മഹത്വം കൊടുക്കാം. സന്തോഷത്തോടെ മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായോനേ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായോനേ. യൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താവികർത്തൻ. ആരാധിക്കുന്നു. യൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താവികർത്തൻ. സങ്കീർത്തനം 13:6 ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ കത്തെഴുതിയിരിക്കുന്നത് കർണാടകയിലുള്ള കുന്ദാപുരം എന്ന ഗ്രാമത്തിൽ നിന്നുമാണ്. എൻ്റെ പേര് സനൽ. എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ 7 വർഷമായി ബാംഗ്ലൂരിൽ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ കുടുംബം വളരെയേറെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഈ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക്
ഒരു 10,000 രൂപ പോലും അയച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. ഈ സമയത്താണ് എൻ്റെ ആൻറ്റി, മാതാവിൻ്റെ വലിയ ഒരു ഭക്തയും ശാലോം നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിയുമായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്നാണ് പണം തന്നുകൊണ്ടിരുന്നത്. ആൻറ്റി പറഞ്ഞതനുസരിച്ച് ഞാൻ ശാലോം ടിവിയിലെ നൈറ്റ് വിജിൽ പ്രോഗ്രാം സംബന്ധിക്കുവാൻ ആരംഭിച്ചു. അതിൻ്റെ ഫലമായി 3 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ദുബായിൽ ഒരു ജോലി കിട്ടി. എൻ്റെ വീട്ടിലേക്ക് മാസം തോറും 30,000 രൂപ വീതം അയച്ചു കൊടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയുമേറെ അനുഗ്രഹം തന്ന എൻ്റെ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ശാലോം ടിവിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേരുകയും ചെയ്തിരുന്നു. അതിനാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തിന് ദൈവം അത്ഭുതകരമായി ഒരു ജോലി നൽകി. ആ മകനെയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായ വിധം പരിപാലിച്ചു. ആ നല്ല ദൈവത്തെ കരങ്ങളടിച്ച് സർവ്വമഹത്വവും കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിയിടുമേ. ആരാധിക്കുന്നു. ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിയിടുമേ. ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിയിടുമേ. ഈ കത്തെഴുതിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മണിമലയിൽ നിന്നുമാണ്. എൻ്റെ പേര് ജോജി സെബാസ്റ്റ്യൻ. 10 വർഷമായി ഞാനും എൻ്റെ വീട്ടുകാരും ഒരു പുതിയ ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട് 120 വർഷം പഴക്കമുള്ളതായിരുന്നു. പഴക്കം കാരണം ചോർച്ചയും ചിതലുമുണ്ടായിരുന്നു. അനേക നാളുകളായി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ഭവനം പണിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വർഷങ്ങളായി ശാലോം നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിൽക്കുവാൻ ഇടയാക്കുകയും ആ ദൈവിക ഇടപെടൽ കാരണം ഒരു പുതിയ ഭവനം പണിയുവാൻ സാധിക്കുകയും ചെയ്തു. ഒരു പുതിയ ഭവനം പണിയുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ശാലോം നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നതിൻ്റെ ഫലമായി പുതിയ ഭവനത്തിൻ്റെ ഫോട്ടോ സഹിതം ആ സഹോദരൻ ഇവിടേക്ക് അയച്ചു തന്നിരിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിനെയും അനുഗ്രഹിച്ച ദൈവത്തിനും ശാലോം നൈറ്റ് വിജിൽ ടീമിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, 120 വർഷത്തോളം പഴക്കമുള്ള ഒരു കുടുംബം, അത് പുതുക്കി പണിയുവാൻ ദൈവം അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവർ പുതുക്കി പണിത ആ വീടിൻ്റെ ഫോട്ടോ സഹിതം ഇവിടേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ആ നല്ല ദൈവത്തിനെ നമുക്ക് ഇരുകരങ്ങളും അടിച്ച് വീണ്ടും പാടി ആരാധിക്കാം. ദൈവത്തിനു സ്തോത്രം പാടിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമെന്നും. ദൈവത്തിനു സ്തോത്രം പാടിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയെന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമെന്നും.
എൻ്റെ പേര് സിമി ജിബിൻ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. ഞാനൊരു നേഴ്സാണ്. ദുബായിലേക്ക് പോകുവാൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി നാളുകളായി പഠിക്കുകയായിരുന്നു. എൻ്റെ ഭയം കാരണം പരീക്ഷ എഴുതേണ്ട ഡേറ്റ് ആകുമ്പോൾ ഞാൻ അത് എഴുതാറില്ല. ഇങ്ങനെ 2 തവണ ഞാൻ പരീക്ഷ മാറ്റിവെച്ചു. പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് പിന്നെ പരീക്ഷ എഴുതുവാൻ തയ്യാറായപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 4-ാം തീയതി ഷാലോം നൈറ്റ് വിജിലിൽ ആരാധനാ സമയത്ത് എൻ്റെ പാഠപുസ്തകം മുഴുവൻ ഷാലോം TV-യുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 10-ാം തീയതി എനിക്ക് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് കിട്ടുകയും ഞാൻ ആ പരീക്ഷ എഴുതുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 13-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരികയും ഞാൻ നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:29 ഇപ്രകാരം പറയുന്നു: ഈ വിധത്തിൽ രക്ഷിക്കുവാൻ കഴിവുള്ള വേറൊരു ദൈവമില്ല. ഇത്രമാത്രം എന്നെ അനുഗ്രഹിച്ച, എൻ്റെ ഭയം എടുത്തു മാറ്റിയ എൻ്റെ നല്ല ദൈവത്തിന് 1000 നന്ദി. പ്രിയരെ, അനേകരുണ്ട് പരീക്ഷയെ ഭയത്തോടെ കാണുന്നവർ. ഈ രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ ആയിരിക്കാം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ അടിച്ച് സർവ്വമഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാമം പാടിയിടും, മുഴങ്ങാൽ മടങ്ങിയിടും, യേശുനാഥനെ ആരാധിച്ചിടാം. എല്ലാ നാമം പാടിയിടും, മുഴങ്ങാൽ മടങ്ങിയിടും, യേശുനാഥനെ ആരാധിച്ചിടാം. നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിയ ആ ദൈവത്തിനെ ആരാധിക്കുവാനായി നമുക്കൊരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും നമുക്കൊന്ന് യാചനാരൂപത്തിൽ പിടിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒത്തിരിയേറെ നിയോഗങ്ങൾ ദൈവത്തോട് പങ്കുവയ്ക്കുവാനുണ്ട്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കടബാധ്യതകൾ മാറിപ്പോകണം. എല്ലാം ഈ ഇരുകരങ്ങളിലും ഈശോയുടെ പക്കലേക്ക് എടുത്തുയർത്തുക. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മേൽ ദൈവം തൻ്റെ കരം ചേർത്ത് വയ്ക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് ലോകത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ഷാലോം മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണല്ലോ. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നിന്റെ കൃപയൊഴുക്കണമേ, നിന്റെ കൃപയൊഴുക്കണമേ. എന്റെ രോഗങ്ങളെ, എന്റെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും എല്ലാ മെത്രാൻ സംഘത്തെയും സഭയ്ക്കുള്ള അനേക ലക്ഷം വൈദികരെയും എല്ലാ സന്യസ്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. പുതിയ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ, അവരെ നിറയ്ക്കണമേ. സഭയുടെ മേൽ വീണ്ടും ഒരു പന്തക്കുസ്ത അനുഭവം നൽകണമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ യേശുവേ ശാലോം മിനിസ്ട്രിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ നേതൃത്വത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബെന്നി സാറിനെയും മാത്യു സാറിനെയും നേതൃത്വത്തിലുള്ള എല്ലാ മാനേജേഴ്സിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ സംരക്ഷണം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശാലോം ടെലിവിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാമുകളെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ശാലോം TV സൗജന്യമായി സംപ്രേഷണം ചെയ്യുന്ന എല്ലാ കേബിൾ ഓപ്പറേറ്റേഴ്സിനെയും DTH സംവിധാനങ്ങളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ യേശുവേ ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ശാലോം ടൈംസിനെയും സൺഡേ ശാലോമിനെയും ഇംഗ്ലീഷ് തമിഴ് മാസികകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് വായിക്കുന്നവരെ, അത് വിതരണം ചെയ്യുന്ന ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ SPF മെമ്പേഴ്സിന് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ശാലോം മിനിസ്ട്രിയുടെ മേൽ, ലോകത്തിന്റെ മേൽ കർത്താവിന്റെ കൃപ ഇറങ്ങുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, നിന്റെ കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കാണുവാൻ, അടയാളങ്ങൾ ദർശിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു അനുഗ്രഹമാക്കി ശാലോം മിനിസ്ട്രി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തോത്രം. പാദം ഗതിയേ അടിയർക്കു നിൻ കൃപമതിയേ. ആരാധിക്കുന്നു. ദിനം നിൻ പാദം ഗതിയേ അടിയർക്കു നിൻ കൃപമതിയേ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ.